2025 ബ്രിക്സ് ഉച്ചകോടി ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതെ, ഇസ്രായേലിന്റെ ക്രൂരതക്കെതിരെ ശക്തമായ പ്രസ്താവനയാണ് ബ്രിക്സ് ഉച്ചകോടി നൽകിയിരിക്കുന്നത്. ഫലസ്തീൻ ജനതയുടെ നിലവിളികളോടുള്ള ഉത്തരവാദിത്വം എല്ലാ മാനുഷിക മൂല്യബോധങ്ങളോടെയും ബ്രിക്സ് ഉച്ചകോടി നിറവേറ്റിയിരിക്കുന്നു. ഇന്ത്യയെ ഉൾപ്പെടെയുള്ള ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശവും വംശഹത്യക്കെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ശക്തമായ രീതിയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങൾ ഇസ്രായേലിന്റെ ചെയ്തികളെ അപലപിച്ചിരിക്കുന്നത്. UN പ്രസ്താവനകളെ ആവർത്തിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടി ചെയ്തിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കൊടുവിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതി വിധിച്ച നിരീക്ഷണങ്ങൾക്ക് ബ്രിക്സ് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എന്നത് ഒരു യുദ്ധക്കുറ്റവാളിയാണെന്നും അതിക്രമം, ജനനിവാസികളുടെ കൊന്നൊടുക്കുക, മനുഷ്യ സഹായം തടയൽ, ഭക്ഷണവും മരുന്നും ഉപയോഗിക്കാൻ പോലും അവരെ അനുവദിക്കാതെ കൊന്നൊടുക്കുക എന്നീ യുദ്ധക്കുറ്റങ്ങൾ ഇസ്രായേലിനെതിരെ ചുമത്തിയിരിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടി. ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രഖ്യാപനത്തിൽ പറയുന്നത്, ഗാസയും വെസ്റ്റ് ബാങ്കും ഒന്നിച്ച് ഫലസ്തീൻ ഭൂപ്രദേശമാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു. ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി രണ്ട് രാജ്യങ്ങളും പരിഹാരം നടപ്പിലാക്കണം. ജെറുസലേം ആയിരിക്കണം ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമെന്നും ഉച്ചകോടി വ്യക്തമാക്കി. അതെ, ഇതുപോലെയുള്ള ലോക ഉച്ചകോടികൾ പോലും മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് കേരളത്തിൽ വരെ ചിലർ ഇസ്രായേലിന്റെ വംശഹത്യക്ക് പിന്തുണ നൽകുന്നത് തികച്ചും നിന്ദ്യവും ഭീതിജനകവുമാണ്. ബോംബും ടാങ്കും കൃത്രിമ ബുദ്ധിയും ഉപയോഗിച്ച് കുട്ടികളെ വധിക്കുന്ന ഭരണകൂടത്തെ ഭക്തിയോടെ കണ്ട് കൈയടിക്കുന്ന ഇവർ മനുഷ്യരുടെ വേഷം ധരിച്ച പിശാചുക്കൾ പോലെയാണെന്ന് നാം കരുതുക മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ പിശാചുക്കൾ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുത്ത ബ്രിക്സ് വേദിയിൽ നിന്നും ലഭിച്ച ഈ ശബ്ദം മനുഷ്യാവകാശത്തിന്റെ ശബ്ദം, കാരുണ്യത്തിന്റെ ശബ്ദം, എല്ലാ മനുഷ്യരാശിക്കും വേണ്ടി ഉയർത്തിയ ശബ്ദം. ഇതൊരു തുടക്കമാകട്ടെ, അന്താരാഷ്ട്ര നീതിയുടെ ഉണർവിന്റെ ആരംഭം.